നോക്കാനേ പറ്റുന്നുള്ളൂ. നീ മര്യാദയ്ക്ക് നോക്കുന്നെങ്കിൽ നോക്ക്. അതിനാ ഞാൻ കൊണ്ടുപോകും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് മര്യാദയ്ക്ക് നോക്കുന്നെങ്കിൽ നോക്ക്. ഇപ്പൊ തീരും. അല്ല ഞാൻ സീരിയസ്ലി പറയാം അശ്വിനെ, ഇത് മര്യാദയ്ക്ക് നോക്കുന്നെങ്കിൽ കുറെ നേരമായി കേട്ടോ. എനിക്ക് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് ഇത്ര അടുക്കിക്കൊണ്ട് നിൽക്കുക, ഒന്നേ മര്യാദയ്ക്ക് നോക്ക്. അതാണ് ബുദ്ധിപരമായ നീക്കം. എന്തോന്ന് എല്ലാം കൂടെ അലങ്കോലൊക്കെ ഇടുന്ന കണ്ട. ആദ്യം അത് മര്യാദയ്ക്ക് അടിക്കട്ടെ. നമ്മൾ ഇവിടെ വന്നിട്ട് അല്ല, നമ്മൾ ദിസ് ഇസ് ജസ്റ്റ് എ ഷോ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. ഇതെന്തിനാ ഇത്രയും കിടന്ന് ചെയ്യുന്നേ? ആദ്യം ഇയാൾ അടുക്കി വെക്കല്ല, അടുക്കി വെച്ചിട്ട് വീണ്ടും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം അതാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒന്നും മര്യാദക്ക് ചെയ്യണ. ഇത് ചെയ്യൂല്ല, ഞങ്ങളെ സമ്മതിക്കൂല്ല പറഞ്ഞ. ഇതൊക്കെ ഒരു സാമർത്ഥ്യമാണ്. എന്ത് സാമർത്ഥ്യം? ചുമ്മാ. ചൂടാണോ തണുപ്പാണോ? ചൂടുണ്ട്. നല്ല ചൂട് ഇവിടെ തന്നെ ഉണ്ട്. വേണം കേട്ടപ്പോ ഇപ്പൊ കിട്ടും. അവിടെയും ചൂടുണ്ട്, ആളും ചൂടാണെന്ന് തോന്നുന്നു കേട്ടോ. നീരയാണ് പ്രധാന ചൂട്. നീരയും ചൂടാവും. ഞാനൊരു കാര്യം പറയാം, ഒന്നീ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യണമെങ്കിൽ അയൽട്ടു. ഇത് മൊത്തം നോക്കി അലങ്കോലാക്കി ഇട്ടേക്കുക. ഇത് എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഇത് നമ്മൾ വാങ്ങിക്കാൻ വന്നല്ലോ. ഇതിന്റെ ഇടയിൽ എവിടെ ഉണ്ട്, കിട്ടിയാൽ നമുക്ക് ഉപകാരപ്പെടും. വേറെ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കുന്നുണ്ട്, മാക്സിമം നോക്കുന്നുണ്ട്. ബ്ലാക്ക് മെയിൽ സ്ട്രാറ്റജി ഇറക്കാം, ചൂടാകാം, കരയാം. ഞാൻ കരയത്തില്ല. ഇവനാ കരഞ്ഞ. ഇനി സത്യം പറയട്ടെ, നമുക്കൊരു ധാരണയിൽ പോയാലോ. എടാ ഇതിനകത്ത് ഇല്ല കേട്ടാ. ആ കിട്ടി കിട്ടി. ഇത് അക്രമമാണ്. എത്ര കേക്കാണ് വെറുതെ കളഞ്ഞത്. തുറന്ന് നോക്കി 1 ലക്ഷം രൂപ തന്നെയാണോന്ന്. ആണ്. ആർക്കാ പിന്നെ എന്ത്? എനിക്ക് കിട്ടിയ ആദ്യം കണ്ട പകുതി 1 ലക്ഷം രൂപ. ഇവനെല്ലാം അലങ്കോലാക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. എന്തോന്ന് അത് തന്നെ. ഇനി മറ്റേ കാര്യം പറ, ചൂടായ കാര്യം പറ. ഞാൻ ചുമ്മാ ചെയ്തതാണ് കേട്ടോ. മനസ്സിലായില്ല. ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞായിരുന്നു. അത് വേറൊന്നുമല്ല, ഇവൻ എന്നെ അത്ര എന്നെ ടോർച്ചർ ചെയ്യാറുണ്ട്. ടോർച്ചർ മീൻസ് ഓൺ സ്റ്റേജ്. ഇവൻ എന്താ ചെയ്യുന്നൊന്നും എന്റെ ഷോയ്ക്ക്, ചാക്കോച്ചന്റെ ഷോയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. സുരേഷ് ഏട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ സോറി അളിയാട്ടോ. പൈസ ലക്ഷാധിപതി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഗെയിം? സൂപ്പർ ആയിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ വർഷത്തിന് ശേഷം, മൈറ്റ് ബി ലൈക്ക് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ആയിരിക്കും 3 ഇയേഴ്സിന് ശേഷം ഒരു കള്ളക്കളി കളിക്കണത്. അല്ലല്ല, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ഇവൻ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലായിരുന്നു തുടങ്ങിയത്. അവസാനിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. കുപ്പി പൊട്ടുമോ എന്നുള്ള പേടിയുള്ളായിരുന്നു. അപ്പൊ ഇത്രയും നന്നായിട്ട് ഗെയിം ചെയ്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാത്രമല്ല നമ്മൾ തരുന്നത്. റിലയൻസ് സ്മാർട്ട് സ്പോൺസർ ചെയ്യുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ ഉണ്ട്. മീരയ്ക്കുണ്ട്, അശ്വിനുണ്ട്. അപ്പൊ യൂണിറ്റേസ് പ്രസൻസ് ട്രഷർ ഹണ്ടിന്റെ വിജയിക്ക് 1 ലക്ഷം രൂപ മാത്രമല്ല കിട്ടുക. ഇപ്പൊ റിലയൻസ് സ്മാർട്ട് നൽകുന്ന ഓപ്ലോൺ മാളിലെ റിലയൻസ് സ്മാർട്ട് നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ ഉണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ് കൂടെ ഉണ്ട് നമ്മളുടെ വിജയിക്കും. ഇത് ഇതിൽ വച്ചേക്കാണ്. എനിക്ക് അവൻ അത്ര വിശ്വാസം പോരാ.